വേണ്ടത്ര ഹൈപ്പ് ഇടാത്ത ടോപ്പ് 5 അണ്ടർ റേറ്റഡ് മലയാളം മൂവീസ്. ഫസ്റ്റ് സിനിമയാണ് ഒരു ദിവസത്തെ കളി. സൽകുമാർ ശശിധരനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്. ചോല, എസ് ദുർഗ എന്നീ സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ്. ഒരു 5 സുഹൃത്തുക്കൾ ഒരു ഇലക്ഷൻ ഡേയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അവരൊക്കെ ഇലക്ഷൻ ഹോൾഡേ ആണ്. സോ അവർ പരസ്പരം പ്ലാൻ ചെയ്യാണ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി കൂടാം, എവിടെയെങ്കിലും പോയി എൻജോയ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ 5 പേരും കൂടെ ഒരു വീട്ടിൽ പോവുകയും അവരെല്ലാവരും അവിടെ എൻജോയ് ചെയ്യാണ്. അവർ പരസ്പരം ഒരു ഗെയിം കളിക്കുകയും ആ ഗെയിമിനെ ചുറ്റിപ്പറ്റി പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതെന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്, ഇവർ പരസ്പരം എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ഒരു ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയും കൂടിയാണിത്. രണ്ടാമത്തെ സിനിമയാണ് ആവാസ് വ്യൂഹം. കൃഷാന്ത് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. പുരുഷപ്രയത്തിന്റെ ഡയറക്ടറാണ്. ഇതുവരെ ആരും കാണാത്ത രീതിയിൽ, മനുഷ്യൻ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേകതരം ജീവി ഒരു വീട്ടിൽ കാണപ്പെടുകയാണ്. വീട്ടുകാരും ഷോക്ക്ഡ് ആണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നു. പല ആൾക്കാരും എന്താണ് ആ ജീവി, എന്താണ് സംഭവം എന്ന് നോക്കാനായിട്ട് അവിടെ വരുന്നുണ്ട്. ആ ജീവി എന്താണെന്നുള്ളതും, എന്തുകൊണ്ട് ആ ജീവി അവിടെ വരുന്നു എന്നുള്ളതും, എന്താണ് ആ ജീവിക്ക് സംഭവിച്ചതെന്നുള്ളത്, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന സിനിമയാണിത്. ഒരു ഡോക്യുമെന്ററി സിനിമാറ്റിക് ഫോർമാറ്റിലാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. മൂന്നാമത്തെ സിനിമയാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ. രോഹിത് ഫിയസ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. കള, അതുപോലെ ഇപ്പോൾ വരാനിരിക്കുന്ന ടിക്കി ടാക്ക എന്ന് പറഞ്ഞ സിനിമ, ഇതൊക്കെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ്. മെയിൻ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള ആളിന് എന്തോ ഒരു മറവി സംഭവിക്കുകയാണ്. എന്തോ റീസൺ കൊണ്ടിട്ട് അയാളുടെ പല കാര്യങ്ങളും, അയാളുടെ പാസ്റ്റും അയാളുടെ പേരെന്താന്ന് പോലും അയാൾക്ക് അറിയാത്തൊരവസ്ഥ വരികയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ അയാൾ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നതും ഒരു പ്രത്യേകതരം സാഹചര്യത്തിൽ ആ പെൺകുട്ടിക്ക് ഇയാളെ സഹായിക്കേണ്ടി വരികയും ഇവർ തമ്മിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യുകയാണ്. ഈ കണ്ടുമുട്ടിയ പെൺകുട്ടിയായിട്ട് ഇയാൾക്ക് ഒരു പോയിന്റിൽ പ്രണയം തോന്നുകയും ചെയ്യുന്നുണ്ട്. സോ ഇയാളുടെ ആ ഒരു പ്രണയത്തിന്റെ ട്രാക്കും, അതുപോലെ തന്നെ ഇയാൾ ആരാണ്, ഇയാൾ തന്നെ ഡിസ്കവർ ചെയ്യുന്ന ഒരു സ്റ്റോറിയും കൂടിയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒരു കോമഡി ത്രില്ലർ ജോണറിൽ വരുന്നൊരു സിനിമയും കൂടിയാണിത്. നാലാമത്തെ സിനിമയാണ് കാർബൺ. വേണു എന്ന് പറയുന്ന ഡയറക്ടറാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. മുന്നറിയിപ്പ് എന്ന് പറയുന്ന സിനിമ, അതുപോലെ പല സിനിമകളും സിനിമാറ്റോഗ്രഫി ചെയ്ത ആളും കൂടിയാണ്. മൊത്തത്തിൽ അതപ്പതിച്ചിരിക്കുന്ന നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ്. ലൈഫിൽ ഒന്നും ചെയ്യാനില്ല, ലൈഫിൽ മൊത്തം തോറ്റ് തുന്നം പാടിയിരിക്കുന്ന ഒരാൾ. ഒരു പോയിന്റിൽ അയാൾക്ക് തോന്നുകയാണ് എങ്ങനെയും സക്സസ് ആവണം, എന്തെങ്കിലും ഷോർട്ട് കട്ട് എടുത്തിട്ടാണെങ്കിലും എങ്ങനെയും ഒക്കെ രക്ഷപ്പെട്ട് പോകണം. ആ ഒരു ടൈമിലാണ് അയാൾ ഒരു നിധിയുടെ കഥ കേൾക്കുന്നതും ഉൾക്കാട്ടിൽ എവിടെയോ ഒരു നിധി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് തപ്പിപ്പോവാം, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പോവാം എന്ന് അയാൾ അത് തപ്പി ഇറങ്ങുന്നതാണ് ഈ സ്റ്റോറി. അയാൾക്ക് ആ നിധി കിട്ടുമോ ഇല്ലയോ, അങ്ങനെ ഒരു നിധി അവിടെ ഉണ്ടോ, അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ഒരു ത്രില്ലർ അഡ്വഞ്ചർ കാറ്റഗറി വരുന്ന സിനിമ കൂടിയാണിത്. അഞ്ചാമത്തെ സിനിമയാണ് മറഡോണ. നമ്മൾ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ട് ഉള്ള ഒരാൾ ഒരു ക്രിമിനലാണ്. അയാൾ ഭയങ്കരമായ എന്തോ ഒരു ക്രൈം ചെയ്തിട്ട് ബാംഗ്ലൂരുള്ള അയാളുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ ഒളിവിനായിട്ട് വന്നേക്കാണ്. ആ സമയത്ത് അയാൾ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. അവരുമായിട്ട് പ്രണയത്തിലാവുന്നതാണ് ഈ കഥ. ഇവരുടെ ജീവിതത്തിൽ പിന്നെ എന്ത് സംഭവിക്കുമോ, ഇവർ തമ്മിൽ ജീവിക്കുമോ, അല്ലെങ്കിൽ ഈ ക്രൈം ചെയ്തതിന് എന്തെങ്കിലും കോൺസിക്വൻസസ് ഇവൻ ഫേസ് ചെയ്യേണ്ടി വരുമോ, എന്താണ് ഏറ്റവും ലാസ്റ്റിൽ ഇവരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ സിനിമ കഥ പറയുന്നത്. ഒരു ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയും കൂടിയാണിത്.